പിന്നെ ഇക്ബാല് കൊടുത്താച്ച പേപ്പർ പറഞ്ഞു ഇതാക്കിയാലോ? അങ്ങനെ പേപ്പർ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയില്ല. ഇത് ഇവർ ഏത് കിതാബ് നോക്കിയിട്ടാ കട്ടേന്ന് വല്ല കൊടുത്തുണ്ടോ നിങ്ങക്ക്? കിതാബ് തന്നെ ഫിർദൗസി ബാബന്റെ അപ്പൊ ഇത് ഉണ്ടാക്കിയതിന്റെ ശേഷം ഇതുവരെ ഇയാളായിട്ടൊരു സംസാരത്തിനൊന്നും പോയിട്ടൊന്നുമില്ല? ആരാ മറ്റേ ഈ മജീദ് മൊയിലായിട്ട് എല്ലാ മജീദ് ഉസ്താദ് നമ്മൾ ചെയ്യുന്നത് കടുത്ത റസൂലുള്ളാഹിനോട് വരെയുള്ള അങ്ങനെയുള്ള വിഷയങ്ങൾ മറക്കലിൽ സംസാരിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ മൂപ്പരോട് സംസാരിച്ചിട്ട് ഒരു കാര്യം എന്ത് പറഞ്ഞാലും മൂപ്പര് സമസ്ത അംഗീകരിച്ചാൽ നിങ്ങളും ഉണ്ടായിരിക്കും പറയും. അപ്പൊ എന്താ ചെയ്യ പഠിച്ചന്. പിന്നെ അതിന്റെ ഇടയ്ക്ക് വേറൊരു വിശേഷം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് മറ്റേ അബ്ദുൽ നസീറിനെ അറിയില്ല? അറിയാം. നിങ്ങൾക്ക് ഒരുവിധ ആളുകളൊക്കെ അറിയാമായിട്ടില്ലേ? ഞാൻ സമസ്തന്റെ ഞാൻ കുറെ കാലം എനിക്ക് എസ് മെമ്പർഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെ ചിലപ്പോ പറയും, കോഴിക്കോടുള്ള സുഹൃത്തുക്കളും ഇവിടെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ഒരാളുകളും നമ്മുടെ പ്രസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാനും KVK ബുഖാരി ഞങ്ങൾക്ക് യാതൊരു മെമ്പർഷിപ്പ് ഉണ്ടായില്ല. അപ്പൊ ഞങ്ങളോട് ചോദിക്കും വരും നിങ്ങളെ പിന്നെങ്ങനെ? അപ്പൊ ഞങ്ങള് സമസ്തയുടെയും മുകളിലുള്ള ഒരു സുപ്രീം കൗൺസിലുണ്ട്, അതിലെ അതിലെ മെമ്പർമാരാണ്. സമസ്തയിലേക്കുള്ള ആളുകളൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത് ഞങ്ങളാണ് എന്ന് പറയാറട്ടെ. എന്താ ചെയ്യാ? സമസ്താറിനാണ് മർക്കസില് എന്തിനും പറയുന്നതാണ് സമസ്ത അംഗീകരിച്ചപ്പോ ഈ മജീദുലൊരു ഭാഷയില് ഈ മറ്റെന്താ പറയാ ഈ പരിപാടി ഉണ്ടല്ലോ, എപ്പിസ്താദിന് ഇഷ്ടപ്പെട്ട പരിപാടി, നിങ്ങളൊക്കെ അനുഭവിച്ച പരിപാടി, അതിനെ കുറിച്ച് പറയില്ല. അത് സമസ്ത അംഗീകരിച്ചാന്ന് പറയുന്നു പറയാം. അല്ല, അത് മജീദ് മൗലവിക്ക് അറിയാം സംഭവം, എല്ലാവർക്കും അറിയാം. അല്ല, അത് സമസ്ത അംഗീകരിച്ച പരിപാടിയാണ്. ഞാൻ അതിന്റെ ഇടയ്ക്ക് ചോദിക്കാം. കാരണം വെച്ചാല് ഈ പിന്നെ മൂപ്പര് അപരിചിതമായ ചില ആളുകൾ ഇത് ചെയ്യുന്നുണ്ടല്ലോ. ഒരു പരിചയം വേണ്ട. ഒരു പരിചയം, അത് എനിക്ക് തെളിവാണ്. ഒരു പരിചയം ഇല്ലാത്തവനാണല്ലോ ഞാന്. അതിനിപ്പോ നിങ്ങളെ സേനത എനിക്ക് ആവശ്യമില്ല, എന്റെ സേനത മതി എനിക്ക് അതിന്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വെച്ചാല്, അപ്പൊ ഈ ഒരു പരിചയം ഇല്ലാത്ത ആളെ ഇത് ചെയ്യുന്ന സമയത്ത് മൂപ്പർക്ക് യാതൊരു പേടി, അതായത് പഠിച്ചവനെ പേടിയല്ല ഞാൻ ചോദിക്കുന്നത്, ദുനിയാവിന്റെ ഒരു പേടി ഉണ്ടാവില്ല? ഇവനെ ആരോടും പുറത്ത് പറയൂ? മൂപ്പർക്ക് ഞങ്ങള് രഹസ്യമായിട്ട് ഞങ്ങളുടെ കുത്തുബാന സംഭാഷണങ്ങളിൽ ഇങ്ങനെയും പറയാൻ ഉസ്താദിന് ഏതോ ആളുടെ കുരുത്തക്കട്, ഏതോ ഉസ്താദിന്റെ കുരുത്തക്കടാണ് കുരുത്തക്കട്. അതുകൊണ്ട് ആ സമയത്ത് ഉസ്താദ് എന്തായാണ് എല്ലാം മറക്കണം, പരിസര ബോധമല്ല, ഒരു ബോധമില്ലാതെ ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ ആ ചേകനൂർ ഈ യാദം കൊടുമ്പൊരു കൊണ്ട സമയത്തൊന്നും ഒരു ഹോട്ടൽ റിസപ്ഷനിലുള്ള ഒരു പയ്യന്റെ പിടിക്കാന്ന് പറഞ്ഞാല് പറഞ്ഞു. അല്ല, നിങ്ങൾ അറിയുന്നുള്ള ബോധം മൂപ്പർക്കില്ലേ? നിങ്ങൾ അറിയുന്നുള്ള ബോധം മൂപ്പർക്കില്ലേ? ഇവർക്ക് എഴുത്തുകാരെ കുറച്ച് പേടിയായിരുന്നു. എന്നെയും KVK ബുഖാരിക്കും കുറഞ്ഞാല് കാരണം എന്താ നിങ്ങൾ പുറത്തു വിടുന്നുള്ള പേടിയാ? എഴുത്തുകാരെ എന്താ അറിയില്ല, എഴുതുന്നവരെ പേടിയാണ് ഇവർക്ക്. ഒരിക്കലും ഉസ്താദ് പിന്നെ താഹിർ സക്കാഫിക്ക് ഇങ്ങനെ താഹിർ സക്കാഫി വന്നിട്ട് ഉസ്താദിന്റെ ബെഡ്റൂമിൽ ഇരിക്കുകയാണ്. നിലത്തിരിക്കാൻ ഉസ്താദ് ബെഡിലുണ്ട്, താഹിർ സക്കാഫി നിലത്തിരിക്കാൻ. താഹിർ സക്കാഫി ഉണ്ട്. അത് എനിക്ക് തോന്നുക പിന്നെ ചേകനൂർ വിവാദം, കമാലിയ മെഡിക്കൽ കോളേജ് വിവാദത്തിൽ കൊടുമ്പിരി വന്ന സമയത്ത് പ്രസംഗിക്കാൻ വേണ്ടി താഹിർ സക്കാഫി കുറച്ച് നോട്ടുകൾക്ക് വേണ്ടി വന്നാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ഞാന് എന്തോ ഒരു കത്ത് പിടിക്കാൻ വേണ്ടി ചെന്നപ്പോ, അപ്പൊ ഞാൻ എത്ര രഹസ്യമായ മീറ്റിംഗ് ആണെങ്കിലും അത് കടന്നു ചെല്ലുന്ന ഒരാളായിരുന്നു. അത് കേൾക്കില്ല, ഞാൻ എന്റെ പണി കഴിഞ്ഞിട്ട് അവിടുന്ന് പോരും ചെയ്യും. അപ്പൊ ആ സമയത്ത് എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു ഉസ്താദ്. ഞാനും നൽകിയിരുന്നു സക്കാഫിന്റെ അടുത്തായി. അപ്പൊ ഉസ്താദ് ഓരോന്ന് ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ ഓരോ വിഷയങ്ങൾ, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് തഹജ്ജുദ് ഒഴിവാക്കിയിട്ടില്ല, ഇങ്ങനെയാണ്
അപ്പൊ എന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉസ്താദ് നോക്കുന്നുണ്ട്. അപ്പൊ എനിക്കാണെങ്കിൽ ചിരിയും വരുന്നുണ്ട്. ഉസ്താദിന്റെ ആശങ്ക എന്റെ മുഖത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കും. സാഹിർ സഖാഫിയോട് സംസാരിക്കും. അപ്പൊ എനിക്ക് ചിരിയും കരച്ചിലും. പിന്നെ എന്നെ ബുദ്ധിമുട്ടവന് എന്നെ കുറിച്ച് മാത്രം പറയണ്ട, ഉള്ളഹാൻ തങ്ങളെ കുറിച്ചും കുറച്ച് പറഞ്ഞു. തങ്ങള് വലിയ ആബിദാണ് ഒക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് പറഞ്ഞു കൊടുത്തു. അല്ല ഇനിയിപ്പോ ഞാൻ നിങ്ങള് കൂടെ നിൽക്കുന്നാക്കല്ലേ ഈ വിഷയങ്ങൾ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ അല്ലേ നമുക്ക് ഏറെക്കുറെ നമുക്ക് പഠിച്ചെങ്കിലും ഞാൻ ചോദിക്കണേ, ഈ തഹജ്ജുദൊക്കെ ശരിക്കും സമയത്തിന് ചെയ്യലുണ്ടോ? തഹജ്ജുദൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ പൂക്കോട്ടൂര് സഖാഫ് പ്രസംഗിച്ച പോലെ അതിനുള്ള സാധ്യതകളുണ്ട്. അതായത് ജനാപത്തോടുകൂടെ പള്ളി ഉദ്ഘാടനം, ജുമ ഉദ്ഘാടനമൊക്കെ എന്താ ചിലപ്പോ അവർ സമയത്ത് ഇങ്ങനെ കുളിക്കാനൊന്നും സമയം കിട്ടുമല്ലോ. കുറെ സമയം ഈ മുത്തലിമിങ്ങളെ കയ്യിൽ സാധനം കൊടുത്തിട്ട് എന്റെ അനുഭവം, എന്റെ വ്യക്തിപരമായ വേറെ അനുഭവം പറയാം. എന്റെ വാപ്പ മരിച്ചു. മർക്കസുള്ള സമയത്താണ് വാപ്പ മരിച്ചത്. വാപ്പയും സംസ്ഥാന മുഷാറാമ്പറൊക്കെ ആയിരുന്നു. വാപ്പ മരിച്ചപ്പോ ഞാൻ മർക്കസിലുണ്ട് ഒരു സ്റ്റഡി ലീവിന്റെ സമയത്ത്. ഉസ്താദും എന്ത് ചെയ്തു വന്നു. അപ്പൊ ഞാനും പിന്നെ ഞങ്ങളുടെ ഭാഗത്തുള്ള പട്ടാമ്പി ഏരിയയിലുള്ള 4-5 വിദ്യാർത്ഥികൾ KVK ബുഹാരിക്ക് ഉണ്ടായിരുന്നു. ഒരു ഹംസ കള്ളാടിപ്പറ്റ ഉണ്ടായിരുന്നു പട്ടാമ്പിക്കടുത്തുള്ള ഹംസ കാഫി. അപ്പൊ ഇങ്ങനെ ഞങ്ങളെ കൂടി ഒന്നിച്ചു പോയിരിക്കും. ഞാനിപ്പോ എന്റെ വാപ്പ് മരിച്ച വിഷമത്തിൽ ഇങ്ങനെ യാസിനോതി ഇരിക്കാണ് കാറില്. 2-3 മണിക്കൂർ യാത്ര ചെയ്യാനുണ്ട് മർക്കസിന്. അപ്പൊ ടെൻഷനും വീട്ടിലെത്താനുള്ള തത്രപ്പാടും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ്. സമയത്ത് എനിക്ക് 25 വയസ്സുണ്ട്. ആ സമയത്ത് അവസാനം ഒരു ഫൈനൽ വിദ്യാർത്ഥിയാണ് ആ സമയത്ത്. എന്നാലും വാപ്പയല്ലേ, വാപ്പ മരിച്ചല്ലേ. അങ്ങനെ ഞാൻ ചെറിയ മോനാണ്. ഭയങ്കര സങ്കടത്തിൽ ഞാനിരിക്കുന്നു. പക്ഷെ ഉസ്താദ് ആ സമയത്തും എന്ത് ചെയ്യാണ്, ഉസ്താദിന്റെ കളികളിലായിരുന്നു. നിങ്ങളോട് അല്ല, ഈ ഹംസ സഖാഫി സഖാഫി അടുത്തിട്ട് ഞാൻ ബാക്കിലായിരുന്നു. അന്ന് ആ ചുവന്ന വണ്ടിയാണ് ഉണ്ടായിരുന്നത്. ചുവപ്പ് ഫോറിൻ വണ്ടി ഉണ്ടായിരുന്നു, ചുവപ്പ് കളറില്. എന്തിന്റെ പേര് എനിക്കറിയില്ല. ഇത്ര വലിയ ആളുകളായാലും ഈ പറയുന്ന ഒരാളും ഇത് എന്റെ പേര് ഇത് ഈ കളി പാടില്ല എന്നാരും പറയില്ല, ഒരാളും പറയില്ല. എന്തത് പറഞ്ഞ ആളാണ് ഒരാളാണ് ഹസൈനാർ നദവി എന്ന് പറയുന്ന ആള്. ഇപ്പൊ പാലക്കാട് ഹസനയിലുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നിന്ന് വന്ന ഒരു ഹസൈനാറുണ്ട്. അദ്ദേഹം പിന്നെ ഇപ്പോഴും കണ്ടാലൊരു താടി മീശൊന്നും അധികമൊന്നും ഇല്ലാത്ത ഒരാളാ, നല്ല കുണ്ടനാണ്. അപ്പൊ അദ്ദേഹത്തെ കയറി പിടിച്ചപ്പോ നിങ്ങളുടെ ഈ കളി എന്നോട് വേണ്ടാന്ന് ദേഷ്യത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്. മർക്കസിൽ അദ്ദേഹത്തെ അറബി അധ്യാപകനായിട്ട് നിയമിച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്തു അവർക്ക്. അല്ല സാധാരണ ഞാൻ ചില ആളുകൾക്ക് ഈ ഹാബിറ്റ് ഉണ്ടെങ്കിൽ കുട്ടികളെ മേത്താന്ന് ഞാൻ കേട്ടത്. അതെ അതെ അതെ, കുട്ടികളുടെ മേത്താണ്. ഇത് വലിയ ആളുകളോട് ഇങ്ങനെ കളിക്കാന്ന് പറഞ്ഞാല് ഇടയ്ക്ക് ഒരു തമാശ ഉണ്ടായി, ശരിയാണെന്ന് അറിയില്ല. ഒരു ഷക്കീർ സഖാഫി വരാറുണ്ട്. അദ്ദേഹം ഇപ്പോൾ സൗദിയിലാണ്, ജിസാനിലാണ്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഈ വിസിറ്റ് പോകുന്ന സമയത്ത് വിദ്യാപള്ളിയും ഉസ്താദും തമ്മിൽ ഒന്നിച്ച കടക്കാര് അവര് അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തഫാഅല എന്ന് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും. അതിന് നമ്മള് കണ്ടത് പറഞ്ഞാൽ നമ്മള് കണ്ടതിനുണ്ടല്ലോ പറയുന്നത്. അത് സാധ്യത തമാശകളാണ്, മർക്കസിലെ തമാശകളിൽ പെട്ടാണ്. അല്ല ഇപ്പൊ കണ്ടതിനെ പറയാൻ ഒരുപാടുള്ളതുകൊണ്ട് ഇനിയിപ്പോ കേട്ട പറയണ്ട. അല്ല ഈ ആഷിക്ക്, ഇപ്പൊ ആഷിക്കാണല്ലോ ഇപ്പൊ നിലവില് സെക്രട്ടറി അല്ലേ? ആഷിക്ക് ഇപ്പൊ എത്ര കാലമായിട്ട് സെക്രട്ടറിയാണ്? ആഷിക്ക് 4 വർഷമായിട്ടുണ്ടാവും, 3-4 വർഷം. അപ്പൊ 4 വർഷം. അല്ല ഇതിനൊരു പരിധി ഉണ്ടോ? 4 വർഷം നിൽക്കാൻ പാടുള്ളൂ, 5 വർഷം നിൽക്കാൻ പാടുള്ളൂ, എന്ത് പരിധി ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഒരാള് സ്ഥിരമായിട്ടിരിക്കുന്നതാണെന്നില്ല, ഇങ്ങനെ ആള് മാറിക്കൊണ്ടിരിക്കുന്നത്, അതാണ് ചോദിക്കുന്നത്. മാറുന്നതിന് കാരണം എന്താ വെച്ചാൽ ചിലപ്പോ അഴിമതി ആരോപണങ്ങള്
പിന്നെ ഉസ്താദിന്റെ താല്പര്യക്കുറവ്, ഇങ്ങനെ പല അനാവശ്യമായ നടപടികളൊക്കെ ചെയ്താലും മാറിക്കേണ്ടി വരും. മജീദ് കോട്ടൂരുണ്ടായിരുന്നല്ലോ, മജീദ് സക്കാഫി കോട്ടൂര്. മജീദ് സക്കാഫി കോട്ടൂര് പിന്നെ വലിയ ബംഗ്ലാവ് ഉണ്ടാക്കി, സ്വിമ്മിംഗ് പൂൾ ഉണ്ട് വീട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ കുറിച്ച് ഒരു ആരോപണങ്ങളുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം പൈസ എപ്പോഴും വാങ്ങും ഒരാവശ്യത്തിനല്ലാതെ. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നിർത്തിയിട്ട് പെട്ടെന്ന് ഓടി ക്യാഷറടുത്ത് പോയിട്ട് ഒരു 10,000 റുപ്യ ചോദിച്ചിട്ടുണ്ട് ഉസ്താദെന്ന് പറയും. ഈ 10,000 റുപ്യ ഉസ്താദ് ചോദിച്ചൊന്നുമല്ല. അങ്ങനെയുള്ള സമയത്ത് ഉസ്താദ് വണ്ടി കയറി ഇന്ന് ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇയാൾ ഓടിപ്പോയിട്ട് ഇങ്ങനെയുള്ള പരിപാടി. യാത്രക്കുള്ള ചെലവുകളൊക്കെ ഡ്രൈവർ വഹിക്കും. ഡ്രൈവർ പിന്നെ വലിയ പെട്ട് പൈസ വാങ്ങിക്കും. ഇയാൾക്കൊരു ചെലവും വരില്ല. ഉസ്താദിന് വേണ്ടി ചോദിച്ചതുകൊണ്ട് അതിന്റെ കണക്കും കയ്യും ആരും ചോദിക്കില്ല. കാശെടുപ്പ് അവസാനം ഉസ്താദിന് 10,000 റുപ്യ എടുത്തുന്നൊരു കച്ചവടം അവിടെ എഴുതി വെക്കും. അത്രേ ഉള്ളൂ. നിങ്ങളെ അറിവിൽ ഇസ്മായിൽ തോട്ടുമുക്കുണ്ടല്ലോ, ഇസ്മായിൽ തോട്ടുമുക്കത്തിന് ഇതുപോലുള്ള വല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അതായത് ഈ ഇസ്മായിൽ തോട്ടുമുക്കത്തിന് കൂടുതൽ അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഒന്നിച്ച് പ്രസംഗിക്കാൻ പോയപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വേറെ അടുത്ത് സെക്രട്ടറി ആയിട്ടോ അതിൽ മർക്കസിൽ ജോലി ചെയ്തൊന്നും ഇവർക്കുള്ള പരിചയം ഇസ്മായിലിനില്ല. അപ്പൊ ഈ ഹസൻ പൂക്കോട്ടൂരോ? ഹസൻ പൂക്കോട്ടൂര് വാദി സലാമും ഒക്കെ ആയിട്ട് ഉസ്താദിന്റെ വളരെ അടുത്ത അതായത് ബോംബെയിലൊക്കെ ഒന്നിച്ച് ഉസ്താദിന്റെ കൂടെ ബോംബെയിൽ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ കഴിഞ്ഞ ആളാണ് ഈ ഹസൻ. അപ്പൊ മൂപ്പർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്ന ഹസന്? ഹസൻ തീർച്ചയായും അനുഭവം ഉണ്ടാവും. ഹസന് 5 സ്റ്റാർ ഹോട്ടലുകളിലെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്തൊന്നും അയാൾ പ്രതികരിക്കാതിരുന്ന എന്താ കാരണമുണ്ടോ? കൂടെ നിൽക്കുമ്പോൾ ആരും പ്രതികരിക്കാറില്ലല്ലോ. പിന്നെ സെക്രട്ടറി എന്ന് പറഞ്ഞത് വലിയ പേരും മർക്കസിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയ പേരാണ്. കാന്തപുരത്തിന്റെ അടുത്താണെന്നൊക്കെ പറയുന്ന ഏറ്റവും സമൂഹത്തിൽ വലിയ പേരാണ്. പക്ഷെ അറിയുന്ന ആളുകൾക്കല്ലേ അറിയുള്ളൂ. ഇപ്പോ പിന്നെ ഇതുപോലെ നിങ്ങൾ മറ്റേ ആ ജമീലാന്റെ കേസ് പറഞ്ഞല്ലോ, ഈ ജമീലാന്റെ കേസ് പറഞ്ഞപ്പോ ഈ ജമീലാണ് ശരിക്കും ഇങ്ങനെ പരിചയപ്പെടുന്ന ഉത്തരം?